പ്രിയ സുഹൃത്തുക്കളെ, നേര് പറഞ്ഞാൽ എന്ന പങ്ക്തിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വിഷയം കൂടി അവതരിപ്പിക്കുകയാണ്. അയ്യപ്പ കോപത്തിൽ മന്ത്രിമാരും കുടുംബമോ? ഈ വിഷയത്തിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ സ്വർണം പൂശിയ ശ്രീകോവിലിലെ കിലോ കണക്കിന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവം പുറത്തു വന്ന ശേഷം ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളെയും ഭക്തന്മാരെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൻ്റെ സ്വാധീനമോ അധികാരത്തിൻ്റെ സൗകര്യങ്ങളോ ഉപയോഗപ്പെടുത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം, അവിടെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിന് ചുറ്റും സ്വർണം പൊതിഞ്ഞ് മഹനീയമായി മഹത്വമായി കരുതിയിരുന്ന ആ സ്ഥലത്താണ് അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അടക്കം സ്വർണം പാളികളായി പൊളിച്ചു കൊണ്ടുപോകാൻ ചിലർ തയ്യാറായത്. ഇതിന്മേൽ കോടതി ഇടപെടലും അന്വേഷണങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിശേഷങ്ങളും വാർത്തകളും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇനിയും അത്യുന്നതങ്ങളിലേക്ക് ഈ സംഭവത്തിലെ പ്രതിപട്ടിക നീങ്ങും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ 3 മഹാന്മാർ അറസ്റ്റിലായി കഴിഞ്ഞു. അതിൽ ഇതിനെല്ലാം സൂത്രധാരകനായി മാറിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഔദ്യോഗികമായി രംഗത്തില്ലാത്ത ആൾ. രണ്ടാമത് അറസ്റ്റിലായ മുരാരി ബാബു ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതി ആയി പിടിയിൽപ്പെട്ടിരിക്കുന്നത് സുധീർ ബാബു എന്ന മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപം കൊണ്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അടക്കം, ശ്രീകോവിലിന് മുന്നിലെ പ്രധാന വാതിലിൻ്റെ സ്വർണ്ണപ്പാളി അടക്കം ഈ സംഘം തട്ടിക്കൊണ്ടുപോയി അതിൽ നിന്നും പല ഭാഗങ്ങളും മാറ്റിയെടുത്തു എന്നും ഒക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഒന്നും രണ്ടുമല്ല, ഇതുവരെ കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം 4 കിലോയിലധികം സ്വർണം ഇതിൽ നിന്നും നഷ്ടപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ അന്വേഷണങ്ങളെല്ലാം ചെല്ലുമ്പോൾ ദേവസ്വം ബോർഡിനെ ഭരിച്ചിരുന്ന പ്രധാനികളായ പലരിലേക്കും ജയിലിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന PS പ്രശാന്തും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N വാസുവും അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ഈ SIT ടീം ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ലക്ഷണങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പോക്ക് മുന്നോട്ട് ഇനിയും പോയാൽ ദേവസ്വം വകുപ്പ് മന്ത്രിമാർ അടക്കം, മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രിയും അടക്കമുള്ളവർക്ക് കൂടി ശബരിമല അയ്യപ്പസ്വാമിയുടെ ശക്തമായ കോപം ബാധിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് എത്തി നിൽക്കുന്നത്. ഇവരെല്ലാം ഈ കഴിഞ്ഞ 2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് അധികാരം കൈയാളിയിരുന്നവരാണ്. മുൻ ദേവസ്വം മന്ത്രി ഈ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ പലപ്പോഴായി പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഇവിടെ മറ്റൊരു കാര്യം, വിശ്വാസികളായവരെല്ലാം അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണകാലത്ത്
ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും അതിൻ്റെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാരായിരുന്നു. അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ദൈവവും ഇല്ല, ഈശ്വര വിശ്വാസവും ഇല്ല. അത്തരത്തിലുള്ള വിശ്വാസവുമായി പോകുന്നവർ ദയവ് ചെയ്ത് ഈ പദവികൾ ഏറ്റെടുക്കാതെ മാറി നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ഈ പദവിയിൽ കിട്ടിയ അവസരത്തിൽ കയറിയിരുന്നു കൊണ്ട് ശബരിമല ധർമ്മശാസ്താവിനെ വരെ പറ്റിക്കാമെന്നും തട്ടിപ്പ് നടത്താമെന്നും കണ്ടെത്തിയപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസികളായ കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടെ ആദരിക്കുന്ന വലിയ ശക്തിയുള്ള അത്ഭുത പ്രതിഭയായ അല്ലെങ്കിൽ മനുഷ്യരിലെ എല്ലാ ആഗ്രഹങ്ങളെയും നേടിക്കൊടുക്കുവാൻ നൽകി കഴിവുള്ള ആരാധനാമൂർത്തിയായ സ്വാമി അയ്യപ്പൻ ഈ കപട ഭക്ത വിശ്വാസികളെയും കൊള്ളക്കാരെയും വിടാതെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളുടെ അന്വേഷണം കൂടുതൽ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഒരുപക്ഷെ ജയിലഴികളിൽ ആകുമോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ്. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടുള്ള മറ്റ് അന്വേഷണ സംവിധാനങ്ങൾ പോലെയല്ല ശബരിമലയിലെ അന്വേഷണം നടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ആണ്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് ശബരിമല വിഷയം മുങ്ങിപ്പോകില്ല എന്ന കാര്യം ഭക്തന്മാർ വിശ്വസിക്കുന്നുണ്ട്.